നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഒരു അഡ്വഞ്ചറസ് അടവി ട്രിപ്പിനെ പറ്റിയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടും രാവിലെ തന്നെ വീട്ടിൽ നിന്ന് അടവിൽ പോകാനുള്ള പ്ലാനും ഇട്ടിറങ്ങി. നല്ല നല്ല യാത്രയായിരുന്നു, ഒന്നും പറയാനില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാം നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോളൂ. അപ്പം ആദ്യം നല്ല നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണും. ചെറുതേങ്ങൽ മാഞ്ഞിടും തിരിനീട്ടുമീ. അങ്ങനെ ഈ പാട്ടൊക്കെ കേട്ട് നമ്മൾ പോയപ്പോഴാണ് ഗോയ്സ് ഒരാൾ ബസ്സിലിരുന്ന് ലിപ്സ്റ്റിക് ഇടുന്നത്. എന്നാൽ പിന്നെ ആൾക്കൂട്ടായിക്കോട്ടെ എന്ന് എഴുതി ഞാൻ ക്യാമറയൊക്കെ കാണിച്ചു കൊടുത്തു. ക്യാമറ വ്യക്തമായി കാണാത്തതുകൊണ്ട് ഞാനൊന്ന് തുടച്ചു കൊടുത്തു. കുട്ടി കാര്യമായിട്ട് ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. ഇതൊക്കെ നമ്മളല്ലേ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരിയാണെന്നൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു, വലിയ തിരക്കേടില്ല, അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, ഇതൊന്നും വീഡിയോയിൽ ഇടില്ലെന്ന് പറഞ്ഞു, ഇടത്തില്ലെന്ന് ഞാനും പറഞ്ഞു. അതാണല്ലേ എൻ്റെ പണി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് നേരം ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം നമ്മൾ എൻ്റെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലെത്തി. അങ്ങനെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് അടുത്ത ബസ് കയറണം. പിന്നെ ബ്ലൂ ഹിൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനൊരു ബസ്സാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ ആ ബസ്സിലൊക്കെ കയറി. നല്ല ചൂടായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. പിന്നെ കുറച്ച് നേരം കൊഞ്ഞണം കുത്തിയൊക്കെ കാണിച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രകൃതി രമണീയ സ്ഥലം കണ്ടു. ഞങ്ങളുടെ കേസ് ഇതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു, എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. കയറി ഒരുപാട് പോകണമായിരുന്നു ഗോയ്സ്. ഒരുപാട് വളവും തിരിവും ഒക്കെ ഉണ്ടായിരുന്നു. കാണാനാണെങ്കിലും അടിപൊളിയായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ മലയും കുന്നും കയറി അവിടെ എത്തിയപ്പോഴത്തേന് വണ്ടി അങ്ങ് സ്ലോ ആയി. അങ്ങനെ വണ്ടി സ്ലോ ആയതിനനുസരിച്ച് നമ്മളും ആ കാഴ്ചകൾ കാണുന്നത് സ്ലോ ആയി. അങ്ങനെ വണ്ടി ചെന്ന് വേറൊരു ഭാഗത്തെത്തി. വേറൊരു ഭാഗം വെച്ചാൽ അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള വേറൊരു ഭാഗത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗോയ്സ്. നോക്കൂ, എൻ്റെ എന്താ പറയുന്നത്, നമ്മൾ എൻ്റെ നാട്ടിൽ ഇത്രയ്ക്കുള്ള പ്രകൃതി രമണീയമുള്ള സ്ഥലമൊന്നുമില്ല. പിന്നെ നമുക്ക് എത്താനുള്ള സ്റ്റോപ്പ് എത്തി. അങ്ങനെ സ്റ്റോപ്പ് നമ്മൾ ഇറങ്ങി. ഈ ബസ്സിലാണ് ഗോയ്സ് നമ്മൾ വന്നത്. അങ്ങനെ ബസ്സിന് ടാറ്റ കൊടുത്തു വിട്ടു. പിന്നെ ഞാനും അവളും അവിടെ നിന്ന് നടന്നു. കുറച്ച് നടക്കാനുണ്ടായിരുന്നു, കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഞങ്ങൾ നടന്നു. മനസ്സിലെ തീൻ പൊഴിഞ്ഞോ, കനവും കൂട്ടി വെച്ചോ, ഇനി ഞാൻ കാത്തിരുന്നോളാം. നീ വരുമോ കൊലുസിന്റെ മാറ്റൊലിയായി, കസവിന്റെ നൂലിഴയായി. അങ്ങനെ അവിടെ എത്തി ഗോയ്സ്. അപ്പോഴാണ് ഒരു കുട്ടി ഊഞ്ഞാല് കണ്ടത്. ഊഞ്ഞാല് കണ്ടപ്പോൾ കുട്ടിക്ക് അതിലാടാനുള്ള അതിയായ ആഗ്രഹം. കൊച്ചുകുട്ടിയല്ലേ, കൊച്ചുങ്ങൾ തന്നെയാലും ആഗ്രഹം പറയുന്നത് സാധിച്ചു കൊടുക്കണമെന്നില്ലേ. പിന്നെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു. എന്നെ അവിടെ ഇരിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ പോയില്ല. എനിക്കറിയാമൊക്കെ എന്നെ കൊടുത്തൽ ഇടാനാണെന്ന്. പിന്നെ നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് പോയി എങ്കിലും നമ്മുടെ ആഗ്രഹം സാധിച്ചില്ല ഗോയ്സ്. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ചെന്നിറങ്ങിയപ്പോൾ തൊട്ടേ മഴ പൊടിയുന്നുണ്ടായിരുന്നു. നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറാൻ പോയപ്പോൾ തന്നെ മഴ കൂടി. പിന്നെ ആ ആഗ്രഹം നമ്മൾ ഉപേക്ഷിച്ച ഉടനെ കുറച്ച് നേരം മഴയൊക്കെ കണ്ടു. ചെറുതായിട്ട് പെയ്യുന്നേ ഉള്ളൂ, സാരില്ല. ഈ കാര്യം മുതലെടുത്തുകൊണ്ട് നമ്മൾ കൊട്ടവഞ്ചിയിൽ കയറാതിരുന്നു, മഴയാണ് എന്ന് പറഞ്ഞുകൊണ്ട്. കുറച്ച് നേരം പക്ഷേ അവിടെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ കൂടിക്കൂടി വന്നപ്പം നമ്മളതാണ്ട് ഇങ്ങനെ ഈ കൊട്ടവഞ്ചി തല തിരിച്ച് വെച്ച പോലെ ഒരു കൂടാരം അവിടെ ഉണ്ടായിരുന്നു. അവിടെ കയറി നിന്നു. അവിടെ കയറുന്നപ്പോൾ പുള്ളിക്കാരി എന്തൊക്കെയോ കാര്യമായിട്ട് തമാശ പറയുന്നുണ്ട്. അത് കേട്ട ഐഡിയായി ഞാനും കൂടെ തിരിച്ച്. പിന്നെ ഒരു പ്രാർത്ഥനയായിരുന്നു ഗോയ്സ്. അങ്ങനെ അവളുടെ പ്രാർത്ഥന നീണ്ടുപോയി. അവസാനം മഴ തുറന്ന് കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു വരാനുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെ മഴയുടെ ഇടയ്ക്കൂടെ അവൾക്ക് കുറേ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അവൾ മാത്രമല്ല, അപ്പം ഞാനും അത് മുതലാക്കി കുറേ അവളുടെ ഫോട്ടോ ഒക്കെ കുറേ എടുത്തു. അങ്ങനെ നമ്മൾ അടുത്ത ബസ്സിൽ കയറുന്നൊന്നും എടുക്കാൻ പറ്റില്ല ഗോയ്സ്, ഭയങ്കര മഴയായിരുന്നു. പിന്നെ നമ്മൾ വേറെ അടുത്ത തിരിച്ച് വന്ന് പത്തനംതിട്ട ജംഗ്ഷനിൽ ഇറങ്ങി. അവിടെ നമ്മളൊരു പരിപ്പുവടയും ചായയും, ഞാനൊരു ചായ കുടിച്ചു, അതും കുടിച്ച് അവിടെ ഇരുന്നു. അതിനുശേഷം നമ്മളാണെങ്കിൽ ചായ കുടിച്ച് അതിനുശേഷം നമ്മൾ അടുത്ത ബസ്സിൽ കയറി. മഴയ്ക്കൊന്നും യാതൊരു കുറവുമില്ലായിരുന്നു ഗോയ്സ്. എല്ലാ ഷട്ടറും അടച്ചിട്ടേക്കുമായിരുന്നു, പുറത്തോട്ട് നോക്കാൻ പോലും പറ്റില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അവളുടെ ഒരു ഫോണിൽ കളി. ആനക്കാര്യത്തിൻ്റെ ഇടയിൽ അവളുടെ ചേനക്കാര്യം. പിന്നെ നമ്മൾ അടൂരിറങ്ങി പിന്നെയും ഒരു ചായ കൂടെ കുടിച്ചു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. ഇതാണ് ഇന്നത്തെ അഡ്വഞ്ചറസ് യാത്ര. ഓക്കെ, ബൈ.